അപ്പോൾ ചായ റെഡിയാക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇതിനിടെ. അപ്പോൾ എല്ലാവർക്കും ചായ തരുമെന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പുളപ്പിലാക്കിക്കൂടെ? അപ്പൊ കുറച്ചുകൂടി ഒരു വൈബ് പിടിച്ചാലോ? തില്ല റെഡിയല്ലേ? റെഡിയാണ്. തില്ലെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഉഷാറായത്. തില്ലയുടെ ആ ഒരു ചുവടുവയ്പ്പൊക്കെ. നമ്മുടെ കൂട്ടത്തിൽ ഇവരും ആടും. ഇവര് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടേഴ്സ് മാത്രമല്ല, നല്ല കലാകാരന്മാരാണ്. മനസ്സിലായി. ആവശ്യമുണ്ട്. സുജയന്റെ പാട്ട് വേണം, നിർബന്ധമാണ്. മൈ ഗോഡ്, രണ്ടുപേരും പാടി രാവിലെ തന്നെ നമ്മൾ ഇവരെ പിരിച്ചുവിടണ്ട. ഞാൻ അതുകൊണ്ടാണ് ടീമിനെ ഇറക്കുന്നത്. നമുക്ക് അറിയാത്ത കലാരൂപങ്ങൾ നമ്മൾ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ റെഡിയല്ലേ? അടുത്ത ആരാ പാടുന്നത് ഗായക സംഘത്തിൽ? അഭിനവാണ് പാടുന്നത്. അപ്പൊ അഭിനവിന് ഞാൻ മൈക്ക് കൈമാറുന്നു. അടുത്ത ഒരു പൊളപ്പൻ പാട്ടോടെ നമ്മുടെ റോറോ, നമ്മുടെ ബസ് റെഡിയാണ്. പാട്ടോട് കൂടി കയറാം. പാട്ടുമായി നമ്മൾ ബസ്സിലേക്ക് കയറും. റോഷിബാൽ നമ്മളെ നയിക്കും. റോഷിബാൽ പ്ലീസ് കം. നമ്മുടെ വേദി നമ്പർ 26 പോകുന്നതിന് മുമ്പ് റോഷിബാൽ, രഞ്ജിത്ത് എവിടെ? രഞ്ജിത്ത് ഈ എല്ലാരെയും വിളിച്ചു കൂട്ടണം. ഇവർ തിരുവനന്തപുരം ആയതുകൊണ്ട്. അത് മാത്രമല്ല, അതെ നാട്ടുകാരെ ഓടി വരട്ടെ. ഇവിടെ ഒരു ബസ് കിടപ്പുണ്ടേ. ബസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ബസ് അടിപൊളി ബസ്സാണ്. ഇന്നലത്തേക്കാൾ വൈബ് ബസ്സാണ്. ഉണ്ണി ഗണപതി റിപ്പോർട്ടർ. അപ്പോ നമുക്ക് ഈ ബസ്സിന്റെ ചുറ്റുപാട് ഒന്ന് കാണിച്ചു കൊടുക്കാം. ചുറ്റുപാട് കാണിച്ചതിന് ശേഷമാണ് നമ്മൾ പാട്ടിലേക്ക് കടക്കുക. നമ്മുടെ റിപ്പോർട്ടർ ഫാക്ട് മാറ്റേഴ്സ് എന്നൊക്കെ എഴുതി നമ്മുടെ സ്വന്തം ബസ്സായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗംഭീരമാണ്, അകത്തെ സെറ്റപ്പ് ഗംഭീരമാണ്. അപ്പോൾ നമ്മുടെ ബസ് ഇതാണ്. ബസ് ഒന്ന് ചുറ്റിക്കറങ്ങി നമുക്ക് അപ്പുറത്ത് വരാം അല്ലേ? ബസ് ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. നിയമസഭയുടെ മുന്നിൽ നിന്ന് നമ്മൾ ഈ ബസ്സിൽ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബസ് അത്യാവശ്യം നല്ല പൊക്കവും വീതിയൊക്കെയുള്ള ബസ്സാണ്. അപ്പോൾ പ്രസാദ് ഇന്ന് ഡാൻസ് കളിച്ച് തകർക്കണം. ഇന്നലെ ഡാൻസ് കളിക്കാൻ സ്പേസ് കിട്ടിയില്ല. അതെ, ഇന്നലെ നമ്മൾ മുകളിലായതുകൊണ്ടേ ഇടയ്ക്ക് വീണ് പോവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിന്റെ കുറവ് മുഴുവൻ നമ്മൾ നികത്തും. അപ്പോൾ ആ കുറവ് നികത്തുമെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. വാർത്തകൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല. നമുക്ക് ഈ പ്രഭാതം മുതൽ അർദ്ധരാത്രി വരെ എല്ലാ വാർത്തകളും അപ്പോൾ നമ്മൾ എത്തിക്കും അല്ലേ? അനുനിമിഷം വാർത്തകൾ എത്തിക്കും. അപ്പോൾ അനുനിമിഷം വാർത്ത എത്തിക്കാൻ ഞാനൊന്ന് മലപ്പുറത്തോട്ട് പോട്ടെ.